പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 290 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിക്ക് ശേഷം ഈ ആഴ്ച വിശുദ്ധ തെക്ലയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സ്ത്രീകളിൽ നിന്നുള്ള ആദ്യ രക്തസാക്ഷിയായി ഗ്രീക്ക് സഭാപിതാക്കന്മാർ കാണുന്ന വിശുദ്ധയാണ് തെക്ല. 1-ാം നൂറ്റാണ്ടിൽ ലിക്കവോണിയയിലാണ് തെക്ല ജനിച്ചത്. തത്വശാസ്ത്രത്തിലും സാഹിത്യത്തിലും പണ്ഡിതയായിരുന്ന തെക്ല കാഴ്ചയിലും അതീവ സുന്ദരിയായിരുന്നു. ധനവാനായ ഒരു യുവാവുമായുള്ള വിവാഹം ഉറപ്പിച്ചിരുന്ന അവസരത്തിലാണ് തെക്ല വിശുദ്ധ പൗലോസിനെ കണ്ടുമുട്ടുന്നത്. ക്രിസ്തുവിനെയും ക്രൈസ്തവ മൂല്യങ്ങളെയും കുറിച്ച് വിശുദ്ധനിൽ നിന്നു കേട്ടറിഞ്ഞ തെക്ല അധികം താമസിയാതെ വീട്ടുകാരുടെ എതിർപ്പിനെ കാര്യമാക്കാതെ ക്രിസ്തുമതം സ്വീകരിക്കുകയും സ്വഗ്രഹം ഉപേക്ഷിച്ച് പൗലോസിനെ അനുഗമിക്കുകയും ചെയ്തു. മാനസാന്തരത്തിന് ശേഷം തെക്ല നിത്യകന്യകാത്വം സ്വീകരിച്ചു. ഇതറിഞ്ഞ കാമുകൻ അവളെ തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനായി പലവിധ ശ്രമങ്ങളും നടത്തി. എന്നാൽ തെക്ല തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ഇത് തെക്ലയുടെ മാതാപിതാക്കളുടെയും കാമുകന്റെയും ശത്രുതയ്ക്ക് കാരണമായി. അധികം താമസിയാതെ വിശുദ്ധ അറസ്റ്റ് ചെയ്യപ്പെട്ട് വിചാരണയ്ക്ക് ഹാജരാക്കപ്പെട്ടു. ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറഞ്ഞ വിശുദ്ധയെ നഗ്നയാക്കി പൊതുസ്ഥലത്ത് നിർത്താനായിരുന്നു രാജകൽപ്പന. എന്നാൽ തദവസരത്തിൽ തെക്ലയുടെ നിഷ്കളങ്കത ഒരു വസ്ത്രമായി അവളെ പൊതിഞ്ഞു. പിന്നീട് തെക്ലയെ വന്യമൃഗങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. എന്നാൽ അവളെ കണ്ട മാത്രയിൽ വന്യമൃഗങ്ങൾ അവളുടെ പാദത്തിങ്ങൾ വീണ് അവളുടെ കാലുകൾ നക്കിയിരുന്നു. തെക്ലയെ തീച്ചൂളയിലിട്ട് വധിക്കുക എന്നതായിരുന്നു അടുത്ത രാജകൽപ്പന. പക്ഷേ എരിഞ്ഞു കത്തിയ അഗ്നിക്ക് വിശുദ്ധയുടെ ശരീരത്തിന് യാതൊരു ഉപദ്രവവും ഏൽപ്പിക്കാനായില്ല. ഈ അത്ഭുതങ്ങളൊന്നും ശത്രുക്കളുടെ മാനസാന്തരത്തിന് ഉതകിയില്ല. അവർ വീണ്ടും പലവിധത്തിലുള്ള പീഡനങ്ങൾ വിശുദ്ധയുടെ മേൽ പ്രവർത്തിച്ചു. പക്ഷേ ദൈവം അവളെ സംരക്ഷിച്ചു. ഒടുവിൽ ഈശോ വിശുദ്ധയെ തന്റെ അടുക്കിലേക്ക് വിളിച്ചു. വിശുദ്ധ അവസാനം രക്തസാക്ഷിയായെന്നും അല്ല സമാധാനത്തിൽ മരിച്ചെന്നുമുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. തനിച്ചാവുമെന്ന ഭയത്താൽ സ്നേഹം യാചിച്ച് വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോന്നൊരു കൂട്ട് അസാധ്യമാണ്. ഏവർക്കും നന്ദി.